ഇന്ന് കുറച്ച് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ച ഉറക്കം നമുക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് 4 മണിയായപ്പോഴേ എഴുന്നേറ്റ് ചായയൊക്കെ നേരത്തെ ഇട്ട് കുടിച്ചു. അപ്പോൾ ചായ സീനൊന്നും ഇന്ന് ഈവനിങ് വ്ളോഗിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ കുളിച്ചിട്ട് മോൻ ആദ്യം കുളിപ്പിക്കും, അത് കഴിഞ്ഞ് ഞാനും കുളിച്ചിറങ്ങി. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അവൻ ഇതുപോലെ സൈക്കിളൊക്കെ ഇറക്കി ചവിട്ടും. അപ്പോൾ അച്ചാച്ചനായിരുന്നു സൈക്കിൾ ഇറക്കി വെച്ച് കൊടുത്തത് കേട്ടോ. അച്ചാച്ച ആ സമയത്ത് എവിടെയോ പോയിട്ട് വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ പറയുന്നു അമ്മ എൻ്റെ കൂടെ കളിക്കാറുണ്ട്, അച്ചാച്ചൻ മതി. അച്ചാച്ചനെ കണ്ടാൽ പിന്നെ അവൻ എന്നെ വേണ്ട, അങ്ങനെയാണ് കേസ്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു ഞാൻ കുളിക്കാൻ പോണ്, മോ പിങ്കേച്ചിയുടെ കളിക്കാൻ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവാണ്. ലൂണയ്ക്ക് ഋഷിയെ കണ്ടാൽ പിന്നെ അവൻ്റെ കൂടെ അങ്ങ് കളിക്കണം കേട്ടോ. ലൂണ ഭയങ്കര പാവമാണ്. പക്ഷേ വേറെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ അവൻ ചാടി എപ്പോഴും പുറത്ത് കയറും, കഴുത്തിൽ തന്നെ കയറി പിടിക്കുകയും ചെയ്യും കേട്ടോ. ലൂണയെ കൂട്ടിലാക്കാൻ ഋഷിക്ക് ഒട്ടും താല്പര്യമില്ല. അവനെ കൂട്ടിലാണെങ്കിൽ തന്നെ ഇവൻ പോയി തുറന്നു വിടും. ഇവൻ്റെ കൂടെ ലൂണ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ലൂണയുടെ ഒരു നക്ക് കിട്ടുക എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലും വിളിയും ഒക്കെയാണ്. അത് അവനൊട്ടും ഇഷ്ടവുമല്ല. ഞാൻ അധികം ലൂണ അങ്ങനെ അടുപ്പിക്കാറില്ല കേട്ടോ. പക്ഷേ ഇതുപോലെയൊക്കെ തടവി കൊടുത്താൽ ലൂണയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, പാവമാണ്. നമ്മളവിടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ട് ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ അങ്ങ് മറച്ചു വയ്ക്കുക. എന്നാൽ അത് ചോദിക്കുമ്പോൾ ഒട്ടും എന്താ പറയുക, അത് അങ്ങനെ ഇങ്ങനെ എന്ന് ഓരോ എക്സ്ക്യൂസ് പറയുകയും ചെയ്യും. അവസാനം നമ്മൾ കള്ളികളാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ടീംസ് ആൾക്കാരുണ്ടല്ലേ. വേറെ ചിലരുണ്ട്, അവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കും, എന്നാൽ ഇടയിൽ കൂടെ നമുക്കിട്ട് നല്ല പരകൾ തരും, നല്ല പണി തന്നുകൊണ്ടിരിക്കും. അങ്ങനെ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഇതിലൊന്നും പെടാത്ത വേറെ കുറച്ച് കൂടിയ വിഷമുള്ള ഇനങ്ങളുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളോട് സഹകരിക്കുന്നവരോട് ചെന്ന് നമ്മളെപ്പറ്റി ഇല്ലാത്തതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചിട്ട് കൂടി കാണത്തില്ല. അത്രമേൽ വിഷം നമ്മളോട് സഹകരിക്കുന്നവരോട് നമ്മളെപ്പറ്റി അങ്ങോട്ട് കൊടുക്കും. കൂടിയ ഇനങ്ങളാണ് ആ പണികൾ ചെയ്യുന്നത്. ഇപ്പം എന്നെ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പരിചയമുള്ളവർ കാണാം. ഇതുപോലെ പല കാറ്റഗറി ഓഫ് ആൾക്കാർ നമുക്കിടയിലുണ്ടല്ലേ. എന്തായാലും അതിൽ നിന്നൊക്കെ ബെസ്റ്റ് ഇതുപോലത്തെ മിണ്ടാപ്രാണികളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, സംസാരിച്ച കൂട്ടത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈവനിങ് പരിപാടികളാണ് ഇങ്ങനെ പുറത്തു നിന്ന് ഋഷിയോട് കളിക്കുക. പിന്നെ ഋഷിയുടെ ഈ മുണ്ട്, ഈ കണ്ണാടി, ഇതൊക്കെ അവൻ്റെ ഒരു കോലം കുത്തലാണ് കേട്ടോ. അവൻ ഇങ്ങനെ സൈക്കിളായിട്ടും ഇതേ കണ്ടോ, ഇപ്പോൾ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചേക്കുന്നത്, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. അവൻ ആ ഫോൺ എടുത്ത് വിളിക്കുന്നത് അവൻ്റെ കൊച്ചേട്ടനെയാണ് കേട്ടോ, കളിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതൊരു ടോയാണ്, ഫോൺ ഒറിജിനൽ ഫോണൊന്നും അല്ല കേട്ടോ. പിന്നെ ഈ ദുഷ്ടൻ ഈ എറിഞ്ഞ് പൊട്ടിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഉണ്ടാക്കി കൊടുത്ത, ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നില്ലേ, ഒരു മുട്ടയ്ക്കകത്ത് സംഭവമൊക്കെ വെച്ചിട്ട്, അത് ഞാൻ അവന് കളിക്കാൻ കൊടുത്തു. കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ സ്വഭാവം മാറി. അതിനെ അവൻ തകർത്ത് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു സ്വഭാവം അതാണല്ലോ. അടിക്കാൻ നിന്നാൽ പിന്നെ അതിനെല്ലാം സമയം കാണും. പിന്നെ ഞാനും വിചാരിച്ചു ശരി നീ അങ്ങ് പൊട്ടിച്ചോ, അതിനെ വെച്ചിരുന്നാലും മെൽറ്റായി പോവും. അങ്ങനെയെങ്കിലും കുറച്ച് നേരം കളിക്കട്ടെ എന്ന് കരുതി. എന്ത് ഭംഗിയായിരുന്നല്ലേ ഇത് കാണാനായിട്ട്. നിങ്ങളൊക്കെ കണ്ടായിരുന്ന ഒരു ഷോർട്ട് വീഡിയോ? കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. ഒന്ന് കയറി കണ്ട് നോക്ക്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 1 രൂപ പോലും ചിലവില്ലാത്ത കേസുകളല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വീട് വരെ പോവാണ്. ഋഷിയെ കാണാനായിരിക്കും. അപ്പോൾ ചെന്നിട്ട് വരാം. ചിലപ്പോൾ അഗസ്തിപ്പൂവോ അവിടെ നിറയെ വഴുതനയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ അല്ലേ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോവാണ്.
ഋഷിക്ക് അമ്മാമ്മ വീട്ടിൽ പോകണമെന്ന് പറയും. പക്ഷേ ചെല്ലുമ്പോൾ അപ്പോഴേ അവൻ പറയും നമുക്ക് തിരിച്ചു പോകാമെന്ന്. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ഉദ്ദേശം ഇവിടെ വരിക, രാമനെയും കൊണ്ട് അപ്പോഴേ തിരിച്ചു പോകുക. അവൻ ഇവിടെ നിന്ന് കളി അങ്ങനെ വലിയ താല്പര്യമുള്ള ഇതല്ല. അവന് ഇവിടെ നിന്ന് രാമനെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ പോയി കളിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ വന്ന ഉടനെ നോക്കിയപ്പോഴേക്കും ഈ കൃഷ്ണൻ അവിടെ ഇരുന്ന് ഈ വട, ദോശ, ചമ്മന്തിക്കറി കഴിക്കുന്നു. അപ്പോൾ ഒരു തട്ട് ദോശ ഫീൽ. അപ്പം ഞാൻ അവൻ്റെ നിന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. തവളല്ലേ? ആ, വിളിച്ചാണ് തവള വിളിക്കുന്നത്. എങ്ങനെയാടാ? ഇതാര്? വേക്കപ്പെന്നാണോ? നല്ല രീതിയിൽ മുന്നോട്ട് എന്നെ അവിടെ കുറച്ച് സമയം പോലും അങ്ങനെ ഇരിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഈ ചെറുക്കൻ. അപ്പം അങ്ങനെ ഋഷിയും എന്താ പറയുക രാമനെയും വിളിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. പ്രത്യേകിച്ച് നിൽക്കാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ചാച്ചൻ പടക്കം മേടിച്ച് വെച്ചിരിക്കുക. പടക്കം ഈ മത്താപ്പൂ, പൂത്തിരി, താർച്ചക്ര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപാവലി, വിഷു ഒന്നും അല്ല ഗൈസ്. ഈ ചെറുക്കൻ അതൊക്കെ പൊട്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പോയി എവിടുന്നോ പടക്കക്കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കണ്ടില്ലേ? ഇനി ഇത് കത്തിച്ച് ഇതിൻ്റെ പിറകെ ഇങ്ങനെ ഓട്ടമാണോ ഒന്നും അല്ലെങ്കിൽ തീയല്ലേ? എനിക്ക് പേടിയാണ്. ഞാൻ കൂടെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഋഷിക്ക് ഇതിൽ കുറച്ച് പേടിയുണ്ട്. അതുമാത്രമല്ല അച്ഛൻ്റെ വലിയൊരു കമ്പിലാണ് ഇത് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവന്മാരെ കയ്യിൽ അത് ടച്ച് ചെയ്യത്തില്ല. ഓഹോ വക്കാട് അപ്പോൾ പടക്കത്തിൻ്റെ മേളം കഴിഞ്ഞപ്പോൾ അകത്ത് കയറി ഇപ്പോൾ ഏണിയും പാമ്പും കളിക്കുവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ നിങ്ങൾ. സോ ഗൈസ്, ഇപ്പോൾ സമയം 9:40, 9:45 അടുപ്പിച്ചായിട്ടുണ്ട്. അവന്മാരോട് കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ രാമനെ ചേച്ചി വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അതിന് ശേഷം എന്താ ഞങ്ങൾ ഫുഡ് കഴിച്ചു, കിച്ചൺ ഒന്ന് വൃത്തിയാക്കി. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഓർത്തത് വീഡിയോയ്ക്ക് എൻഡില്ലെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇപ്പോഴെങ്കിലും റൂമിൽ കയറിയാലേ 10:30, 11 മണിക്കെങ്കിലും ഈ കുരിപ്പ് ഉറങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ് പറ. നിന്നെ കാണാൻ വയ്യ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്തോണം. ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ശരി, ഓക്കെ.